നമ്മളുടെ ഈ വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 8 വർഷമായി. അപ്പം തൊട്ട് നമ്മൾ വിചാരിച്ചാണ് നമുക്ക് കുറച്ച് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് വെക്കണം എന്നുള്ളത്. അതിനിപ്പോഴാണ് സാഹചര്യം ഒരുങ്ങി വന്നത്. അപ്പം നമ്മൾ കൊരട്ടിയിലുള്ള മിറാക്കിൾ ഫാം ഹൗസിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. സമ്മർ സോൺ എന്ന് പറഞ്ഞ ഒരു ഇനം ആപ്പിളാണ്. ഇതിന്റെ ആപ്പിള് റെഡ് കളറിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് വെക്കാൻ പോണത് ഇതാണ്. അതാ കഴുതാളില്ലേ, അതാണ് ഒട്ട്. ഇതാണ് ഒട്ട്. ഒട്ടുമ്പോ മണ്ണ് വീഴാൻ പാടില്ല. എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം മിക്സാക്കിയിട്ട് അടിയില് നമ്മൾ ഇട്ടിട്ട് മണ്ണിട്ട് ഇടണം. അത് ലെവൽ ചെയ്തിട്ട് കുഴപ്പമില്ല, കുറച്ചുകൂടി പൊങ്ങണം. മണ്ണിട്ടാ ചിലപ്പോ കുഴപ്പമില്ല. നമ്മൾ ഇനി അടുത്ത് വെക്കാൻ പോണത് ഡോർസെറ്റ് ഗോൾഡൻ. ഇത് പച്ചാപ്പിളാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആപ്പിളാണ്. നമുക്കിപ്പോൾ അടുത്ത് ഇത് വയ്ക്കാം. കുറ്റിയടിക്കണ്ടേ? നമ്മളിപ്പോൾ വെക്കാൻ പോണത് ഒരു ഓറഞ്ചാണ്. അത് മാൻഡ്രിൻ എന്ന് പറയുന്ന ഓറഞ്ചാണ്. മാൻഡ്രിൻ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന ഓറഞ്ചാണ്. ഇത് മാൻഡറിൻ വലുതായി ഇതേമാതിരിയാണ് ഓറഞ്ച് ഉണ്ടാവുന്നത്. ഇതിപ്പോ മിറാക്കിൾ ഫാം ഹൗസിന് എടുത്ത വീഡിയോ ആണ്. നമ്മൾ വേറെ വെച്ചൊരു പ്ലാന്റ് ആണ് ഇത്. ഇതിന്റെ പേര് ചൈന ലിച്ചി. ഓക്കെ, അതും നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കിനി രണ്ടെണ്ണം കൂടി വെക്കാനുണ്ട്. ഇത് ലെമണാണ്. അതുപോലെ തന്നെ ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം എന്ന് പറഞ്ഞ പേരയ്ക്കാണ്. മഴയെല്ലാം ഇപ്പൊ മാറി. ഇപ്പൊ ഇവിടെ നമ്മള് ഇപ്പൊ വെച്ചേക്കണ ഫ്രൂട്ട് അല്ലാണ്ട് നമ്മളെ വേറെ എന്തെല്ലാം ചെടികളാണ് ഇവിടെ ഉള്ളത്? അല്ലാണ്ട് ഇതിപ്പോ ഇത് നെല്ലിയാണ്. ഇത് കാച്ചിട്ടില്ല ഇതുവരെ. കാച്ചു കഴിഞ്ഞ വർഷം കാച്ച് ഉണ്ടായി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫലം അവിടെ കിട്ടിയിട്ടില്ല. അതായത് അത് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇതൊരു ഫ്രൂട്ടാണ്. ഇത് ഇത് മുള്ളാത്താന്ന് പറയും ഇതിന്. ഇത് കുറെ ഉണ്ടാവും. ഈ 3 വർഷമായിട്ട് വെച്ചിട്ട് അത് ഈ വർഷം ഇപ്പൊ ഒരു 10 ഉണ്ടായിരുന്നു. ഇതൊരു ഫ്രൂട്ടാണ്. ഇതിന്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല.
ഇത് ഡയബറ്റുകാർക്കൊക്കെ നല്ലതാ. ഇതിന്റെ പഴം വളരെ മധുരമാണത്. ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് ഇത് ഇങ്ങനെ തിന്നാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ ഒരു കുരുണ്ട്. ഇതിന്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഇന്നൊന്ന് കമന്റ് ചെയ്യാം എന്താന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളതാണ് ഇത് സീതാപ്പഴം. നമ്മുടെ പല നാട്ടിലും പല പേരെ പറയണേ. നമ്മുടെ ഇവിടെ സീതാപ്പഴം അല്ലെങ്കിൽ ആത്തച്ചക്ക എന്ന് പറയും. ഇത് ഒരു ഈ തവണ ഒരു 15 എണ്ണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയ മരമാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഞാൻ ഇപ്പൊ ഒരു 5-6 പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 4-5 ഇനിയും പറിക്കാവുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. വലുപ്പം അധികം വയ്ക്കില്ല. ഇത് റംബൂട്ടാൻ വെച്ചിട്ട് 3 വർഷം, 4ാമത്തെ വർഷമാണ്. 3ാം വർഷം കാച്ചു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത്ര അധികം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം കൊമ്പൊടിയെ പിടിച്ചു. പക്ഷെ മഴയത്ത് കുറെ കൊഴിഞ്ഞു പോയി. എന്നാലും ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. കാരണം വലിപ്പം ഭയങ്കര നല്ല വലിപ്പമുണ്ട് ഉള്ളില്. കഴിക്കാനൊക്കെ ആയിട്ട് നല്ല മധുരമുള്ള സാധനം. മാവ് ചെറിയ മാവാണെങ്കിലും ഒരു 10-15 വാങ്ങിയെങ്കിലും ഇതുമ്മ ഉണ്ടാവും. ഇപ്പൊ ഈ വർഷം ഇത് വരണുണ്ടായിട്ടുണ്ട്. അതിന് സമയം ആവണുള്ളൂ. ഇത് വെച്ചിട്ട് ഇത്തിരി നാളായി. പക്ഷെ ഇതുമ്മ കഴിഞ്ഞ കൊല്ലം പൂത്തു കായൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്ത് അൽഫോൻസമാവ് എന്നൊക്കെ ഇതിന് പറയണത് അൽഫോൻസമാവ് എന്ന് പറയുന്നത്. പക്ഷെ കാച്ചിട്ടില്ല. ഞങ്ങള് കായ്ക്കണത് നോക്കി ഇങ്ങനെ നിൽക്കണം. പിന്നെ നമ്മൾ വെച്ച ലിച്ചി ഇവിടെ ഉണ്ട്. അതുകൂടാണ്ട് വെച്ച ഓറഞ്ച് ഇവിടെ ഉണ്ട്. വേറൊരു മാവ് കൂടി ഉണ്ട്. അതുകൂടാണ്ട് വെച്ച ആപ്പിൾ ഉണ്ട്. അതുകൂടാണ്ട് നമ്മൾ വെച്ച സപ്പോട്ട. ഇതെല്ലാം വളരെ ഇവിടുത്തെ ചെടികളെല്ലാം